ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഞാനെന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം വഴുതയ്ക്കാടുള്ള പൈനിയർ ബജാജിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും പുതിയ N160 എന്ന് പറയുന്നൊരു വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട്. ആരെങ്കിലും അറിഞ്ഞോന്ന് അറിയത്തില്ല, കാരണം ഒരുപാട് അപ്ഡേഷൻസോട് കൂടിയാണ് ഇപ്പോൾ വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. പുതിയ സ്റ്റോക്കിൽ വണ്ടി വന്നിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസോട് കൂടിയാണ്. ഇതങ്ങനെ ഒത്തിരി പേര് അറിയേണ്ട സാധ്യതയില്ല, കാരണം 160 എടുക്കുന്ന ഒരു കുറവാണ് കേട്ടോ. കാരണം ഒരു ബഡ്ജറ്റ് സീരീസ് വണ്ടിയാണ്, ഒരു കമ്മ്യൂട്ടർ ബൈക്കിലോട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെയൊക്കെ നോക്കി എടുക്കുന്നവരൊക്കെ ഇതൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. സോ ഇതിനെ പറ്റിയുള്ളൊരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യണ N160 ആണ്. സോ ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടത്താണ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് പവർ ആക്കുക കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു N160 എന്ന് പറയുന്നത് ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ ബജാജ് ലോഞ്ച് ചെയ്ത്, അതായത് ഒരു ചെറിയൊരു അപ്ഡേഷനൊക്കെ കൊടുത്ത്, ഒരു മീറ്റർ അപ്ഡേഷനൊക്കെ കൊടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു N160 ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊരു ബ്ലാക്ക് തീം വണ്ടിയാണ്, ഒരു മാറ്റ് ബ്ലാക്ക് വിത്ത് ഗ്ലോസി ബ്ലാക്ക് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ. കാരണം പെട്രോൾ ടാങ്കിൻ്റെ സൈഡിലായിട്ടൊരു മാറ്റിൽ 160 എന്നൊക്കെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ USD 4 കാര്യങ്ങളൊക്കെയാണ് അവർ. നമുക്ക് എന്തായാലും വണ്ടിയുടെ റിവ്യൂലോട്ട് പോകാം. ഞാൻ ജസ്റ്റ് വണ്ടിയിൽ തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ തന്നെ തുടങ്ങാനുള്ള വണ്ടിയുടെ ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ. ഫ്രണ്ടിൽ വരുന്നൊരു ഹെഡ്ലൈറ്റ് പോർഷനാണ്. ചെറിയൊരു LED സ്ട്രിപ്പും വലിയൊരു പ്രൊജക്ടറാണ് ഫ്രണ്ടിലുള്ള കേട്ടോ. കാര്യം മനസ്സിലാക്കുന്നത് ഈ കാണുന്നത് ഒരു LED DRL ആണ് കേട്ടോ. വണ്ടി ഓണാകുന്ന സമയത്ത് ഈ ഒരു DRL കിടക്കും, ഓൾവേസ് ഓണാണ്. പക്ഷേ പ്രൊജക്ടർ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡിമ്മും ബ്രൈറ്റും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു പ്രൊജക്ടറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു ലുക്കൊക്കെ തരണുണ്ട്. ഒരു ചെറിയ പൂച്ചക്കുട്ടിയുടെ ഒരു മോൺസ്റ്ററുടെ ഒരു ചെറിയ പൂച്ചക്കുട്ടിയുടെ ലുക്കൊക്കെ തരണുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നോക്കുമ്പം ചെറിയൊരു മോൺസ്റ്റർ ലുക്ക് തരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ബജാജ് ഈ ഒരു സൃഷ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിൽ ഒരു വൈസറോ കാര്യങ്ങളൊന്നുമില്ല. മീറ്റർ 3 മീറ്ററാണ്. ഫ്രണ്ടിലാണ് മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. മീറ്ററിൽ ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങളുണ്ട്. അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫൈബർ പാർട്ട് മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മഡ് ഗാർഡ് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊരു എക്സ്ട്രാ പോർഷനാണ് കേട്ടോ. ഇത് സിംഗിൾ പോർഷനും ഇതൊരു എക്സ്ട്രാ പോർഷനാണ്. ചെറിയൊരു ലുക്കിന് വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റം പറഞ്ഞുകൊണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബജാജിൻ്റെ വണ്ടികളൊക്കെ മുന്നേ ബൈബിയറിൻ്റെ ബ്രേക്ക് സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഗ്രിംക എന്ന് പറയുന്ന ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും അതാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ വണ്ടികൾക്കും ബജാജിൻ്റെ എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ ബൈബിയർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വരുന്നത്. USD 4 ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഓഫ് റോഡൊക്കെ പോകുമ്പോഴും ഓൺ റോഡ് ഓടിക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു കംഫർട്ട് തരുന്ന ഒരു ഫ്രണ്ട് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ടയറാണെങ്കിൽ 100 സൈസ് ടയറാണ്. 180/17 ഫ്രണ്ടിലെ ടയർ. ഓൾവേസ് MRF ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അത് എല്ലാ വണ്ടികൾക്കും MRF ടയർ തന്നെയാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചെറിയൊരു അണ്ടർ ബെല്ലി പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എഞ്ചിൻ കാർഡ് എന്ന് പറയാൻ പറ്റില്ല, അണ്ടർ ബെല്ലി എന്ന് തന്നെ പറയാം. കാരണം അത്യാവശ്യം ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ മാച്ചിനനുസരിച്ചുള്ള ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ ചെറിയൊരു ഗ്രാഫിക്സോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അതും കൂടെ കുറച്ചൊന്ന് ഒരു ഫിനിഷിങ് തോന്നിക്കുമായിരുന്നു കേട്ടോ വണ്ടിയിൽ. ഈ ഒരു 160 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് അണ്ടർ ബെല്ലിയിലും കൊടുത്തിരുന്നെങ്കിൽ ചെറിയൊരു ഫിനിഷിങ് വണ്ടിക്ക് തോന്നിക്കുമായിരുന്നു. പിന്നെ ക്രാഷ് ഗാർഡ്, ചെറിയൊരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരും. കാരണം എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഹോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ റൈഡർക്കും പില്ലിയനും കംഫർട്ട് തരുന്ന ഒരു സീറ്റ് തന്നെയാണ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ. അത്യാവശ്യം നല്ല കുഷനിങ് ആണ് സീറ്റിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹിമാലയൻ ബൈക്കിനൊക്കെ യൂസ് ചെയ്യാറുള്ള സീറ്റ് കവർ മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള വണ്ടികളെക്കാളും ഒരു വെറൈറ്റി സീറ്റ് കവറാണ് ഇതിൽ ബജാജ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കംഫർട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ കുഷനിങ് കൊടുത്തിട്ടുണ്ട്, അതും ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റ് കവറിൽ തന്നെ പൾസർ എന്ന് പറയുന്ന മെൻഷനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൾസറിൻ്റെ പല സീരീസ് ബജാജ് പുറത്തിറങ്ങുന്നുണ്ട്. അതായത് പൾസർ 160, മുന്നേ പൾസർ 125, 135 അങ്ങനെ തുടങ്ങി പല സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. അതിൽ ക്ലിക്കായത് പൾസർ NS മാത്രമാണ് കേട്ടോ. NS 200 മാത്രമാണ്. അതിൻ്റെ 400 ലോഞ്ച് ആയിട്ടുണ്ട്. സോ നിങ്ങൾ അതിൻ്റെ റിവ്യൂ കണ്ടു കാണും. ആ റിവ്യൂ എടുത്ത് അന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം N160 ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ 12 വോൾട്ടിൻ്റെ ചെറിയൊരു ചാർജിങ് പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. USB ചാർജിങ് പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. 13 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. E20 വെർഷനാണ്. E20 വെർഷനെല്ലാം പെട്രോൾ ടാങ്കിന് മുകളിലായിട്ട് E20 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈഡായിട്ടുള്ളൊരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും കുറച്ച് ബെൻഡായിട്ടുള്ളൊരു ഹാൻഡിലാണ് കേട്ടോ. പക്ഷേ ഹാൻഡിൽ വൈഡാണ്, പക്ഷേ കുറച്ച് ബെൻഡി ലുക്ക് തരുന്ന ഒരു ബെൻഡായിട്ടുള്ളൊരു ലുക്ക് തരുന്നൊരു ഹാൻഡിലാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഉള്ളൊരു മീറ്റർ പൊസിഷൻ ഉണ്ടല്ലോ, അതായത് റൈഡിങ് സമയത്ത് നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ തരാത്തൊരു മീറ്ററിങ് പൊസിഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. റൈഡ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടെയിൽ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് LED ടെയിൽ ലൈറ്റാണ്. ഇൻഡിക്കേറ്റർ LED ഇൻഡിക്കേറ്ററാണ്
ആണ് കേട്ടോ. 4 ഇൻഡിക്കേറ്റർ LED ഇൻഡിക്കേറ്ററാണ്. ടെയിൽ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലുക്ക് തരുന്നൊരു ടെയിൽ പോർഷനാണ് കേട്ടോ. അത്യാവശ്യം ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ടെയിൽ പോർഷനാണ്. പിന്നെ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ എൻജിൻ കപ്പാസിറ്റിയാണ് കേട്ടോ. 160cc എന്ന് കമ്പനി പറയണമെങ്കിൽ, അതായത് പൾസർ N160 എന്ന് കമ്പനി പറയണമെങ്കിലും ഇതിൻ്റെ എൻജിൻ CC എന്ന് പറയുന്നത് 164 കേട്ടോ. ഇതിൻ്റെ എൻജിൻ CC പറയുന്നത് അത് എനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. 166.82cc എഞ്ചിനാണ് ഈ ഒരു ബജാജ് എന്ന് മെൻഷനിങ് കൊടുത്തുള്ള ഈ ഒരു എഞ്ചിൻ കേട്ടോ. പൾസർ N160 എന്നൊരു എനിക്ക് തോന്നുന്നു ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പൾസർ N165 എന്ന് കൊടുക്കണ്ടേ, അതുകൊണ്ടായിരിക്കും ഒരു പൾസർ N160 എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം ഒരു പവർ പ്രൊഡ്യൂസിങ് ബൈക്കാണ് കേട്ടോ. സെൻട്രൽ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ടർബെല്ലി എക്സോസ്റ്റാണ് വരുന്നത്. അണ്ടർബെല്ലി എക്സോസ്റ്റിൻ്റെ തൊട്ട് താഴെയാണ് സെൻട്രൽ സ്റ്റാൻഡ് വരുന്നത്. അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം കുറച്ചൊന്ന് പോരായ്മയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് യൂസേഴ്സിന് അറിയാമോ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ സിറ്റി റൈഡിൽ കമ്പനി അവകാശപ്പെടുന്നത് വെച്ചാൽ 60 km/ലിറ്ററാണ് ഈ ഒരു വണ്ടിക്കുള്ള മൈലേജ് കേട്ടോ. സിറ്റി റൈഡിലാണ്, ഹൈവേ റൈഡിലാണ് ഈ ഒരു മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ബ്രേക്കിംഗ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഈ ഒരു വണ്ടിയുടെ പവർ അനുസരിച്ചുള്ളൊരു ബ്രേക്കിംഗ് ഈ വണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ABS ആണ്, ഡ്യുവൽ ചാനൽ ABS ആണ്, കൺവെർട്ടബിൾ അല്ല, ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ എഞ്ചിനിലോട്ട് പോവുകയാണെങ്കിൽ 14.65 Nm ടോർക്കാണ് കേട്ടോ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. 6750 RPM-ലാണ് അത് റിലീസാവുന്നത്. അത്യാവശ്യം നല്ലൊരു പവർ പ്രൊഡ്യൂസിങ് വെഹിക്കിൾ തന്നെയാണ് ഈ ഒരു N160 എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ എഞ്ചിനിലോട്ട് പോവുകയാണെങ്കിൽ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ ഈ ഒരു വണ്ടി കൊടുത്തിട്ടുള്ള. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനാണ്. 2 വാൽവ് എഞ്ചിനാണ് കേട്ടോ, 4 വാൽവ് അല്ല, 2 വാൽവ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ള. സിംഗിൾ സിലിണ്ടറാണ് കേട്ടോ. പിന്നെ കൂളൻ്റ് സിസ്റ്റം ഓയിൽ കൂളൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ റേഡിയേറ്റർ കാര്യങ്ങളോ ഒന്നുമില്ല, ഓയിൽ കൂൾഡ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ FI ആണ്, ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഈ ഒരു വണ്ടി. ഓൾവേസ് നമ്മുടെ എല്ലാ വണ്ടിയും ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണല്ലോ, അതിൻ്റെ ഭാഗത്ത് ഇതും ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ വണ്ടിയുടെ ആധികാരികമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഈ പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ ക്രാഷ് കണ്ട് തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ എക്സോസ്റ്റിലോട്ടുള്ള കാറ്റലിക് കൺവെർട്ടറും ബെൻ പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് വണ്ടിക്ക് കുറച്ചുകൂടി ഒരു ലുക്ക് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ അണ്ടർബെല്ലി എക്സോസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ. എക്സോസ്റ്റിൻ്റെ കാര്യം കുറച്ച് പോരായ്മയാണ്, കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് അതിനനുസരിച്ച് കുറയും കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ ചെറിയൊരു അടി തട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നതാണ്, അത് വണ്ടി ഓടിക്കുന്നവരൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്കിനി എന്തായാലും വണ്ടിയുടെ മീറ്ററിലോട്ട് പോകാം. ജസ്റ്റ് നമുക്ക് വണ്ടിയിലൊന്ന് കയറി ഇരുന്ന് നോക്കാം കേട്ടോ. ഈ വണ്ടി നമുക്ക് ഞാൻ പറഞ്ഞുള്ള വഴുതക്കാട് ഷോറൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള. ഷോറൂമിൽ ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കുക കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ റൈഡിങ് പൊസിഷൻ വരുന്നത്. അത്യാവശ്യം ലീനിയർ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു റൈഡിങ് പൊസിഷനാണ് കേട്ടോ. ഒരു പുൾ ബൈക്കിലേക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓട്ടിക്കാൻ പറ്റുന്ന റൈഡിങ് പൊസിഷനാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് എന്തായാലും വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കുമ്പോൾ ഇതാണ് വണ്ടിയുടെ മീറ്റർ പറഞ്ഞ കേട്ടോ. ഓൺ ആക്കി തന്ന സമയത്തുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇതാണ്. ജസ്റ്റ് കിൽ സ്വിച്ച് ഓണാക്കാം. കിൽ സ്വിച്ച് ഓണാക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടറൊക്കെ ഓണാവുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ഇനി ഇതിൻ്റെ എക്സോസ്റ്റ് ഞാൻ എന്തായാലും ലാസ്റ്റ് കേൾപ്പിച്ചു തരാം കേട്ടോ. മീറ്ററിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഓയിലിൻ്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ന്യൂട്രൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പെട്രോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, എൻജിൻ വാണിംഗ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്, ABS ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് മീറ്ററിലോട്ടുള്ള വാണിംഗ് ലൈറ്റ് കേട്ടോ. ഇനി മീറ്ററിലോട്ട് നോക്കുകയാണെങ്കിൽ ലോ ഫ്യൂൽ കൊടുക്കുന്നുണ്ട്, പിന്നെ ബാക്കി ഇൻഫോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, നമ്മുടെ കിലോമീറ്റർ കൊടുക്കുന്നുണ്ട്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കൊടുക്കുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതും നമ്മുടെ ഏറ്റവും പുതിയ പൾസർ NS 400 ഒരു ചെറിയൊരു പോർഷനിലാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഈ ഒരു മീറ്ററിൽ എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ ഒരു മാറ്റം അവർ കൊടുക്കണം. പിന്നെ ഓൾവേസ് നമ്മുടെ RPM മീറ്റർ കൊടുക്കുന്നുണ്ട്, സ്പീഡോമീറ്റർ കൊടുക്കുന്നുണ്ട്, ഓഡോമീറ്റർ കൊടുക്കുന്നുണ്ട്, ടൈം കൊടുക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം മീറ്ററിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്യൂൽ ഗേജ് കൊടുക്കുന്നുണ്ട്. നമുക്കിനി എന്തായാലും വണ്ടി ഒന്ന് ഓണാക്കാം. അതിനുമ്പോൾ സൈഡ് സ്റ്റാൻഡ് ഒന്ന് ഇടാം. വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ച് തരാം കേട്ടോ. ഇനി എക്സോസ്റ്റ് നോട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ളൊരു സൗണ്ട് കേട്ടോ. ചെറിയൊരു അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു സൗണ്ടാണ്. ഭയങ്കര ബാസൊന്നുമല്ല, ചെറിയൊരു നീറ്റായിട്ടുള്ള സൗണ്ടാണ്. ജസ്റ്റ് ഒന്ന് റവ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് വണ്ടി റവ് ചെയ്യുമ്പോഴുള്ളൊരു സൗണ്ട്. റവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കുഴലിലിട്ട് അടിക്കുന്ന ഒരു സൗണ്ടൊക്കെ ഉണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ പൾസർ N160 കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം വഴുതക്കാടുള്ള ഷോറൂമിൽ വണ്ടി അവൈലബിൾ ആണ്. ജസ്റ്റ് വേണമെന്നുള്ളൊരു ടെസ്റ്റ് റൈഡ് അടിച്ചതിന് ശേഷം മാത്രം വണ്ടി ബുക്ക് ചെയ്യാം. സോ ഗൈസ്, ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റ് വീഡിയോസ് കാണുക, നമ്മുടെ പേജിലുള്ള മറ്റ് വീഡിയോസ് എല്ലാം കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.